പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാന്തി വചന ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിങ്ങൾ മറയ്ക്കപ്പെടട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരും കാണുമ്പോൾ വലിയ സന്തോഷമാണ്. സത്യത്തിൽ നമ്മൾ അവിടെ പല സ്ഥലങ്ങളിലാണെങ്കിലും ആത്മാവിൽ വലിയൊരു സന്തോഷവും ആത്മാവിൽ വലിയൊരു ഐക്യവും കർത്താവ് തന്നു. ഇതെല്ലാം കർത്താവാണ് തരുന്നത്. ചിതറിക്കിടക്കുന്ന ദൈവജനത്തെ ഒരുമിച്ച് കൂട്ടുന്നത് ദൈവമാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ സഭ പഠിപ്പിക്കുന്നുണ്ട്, ദൈവവചനം പ്രഘോഷിക്കുന്നിടത്ത് ദൈവജനം ഒരുമിച്ച് ചേരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് ശുശ്രൂഷയ്ക്ക് കയറി വന്നപ്പോൾ ശുശ്രൂഷ തുടങ്ങുന്ന സമയത്ത് പെട്ടെന്നൊരു വചനം കർത്താവ് തന്നു. അങ്ങനെ ബൈബിളിൽ വചനമുണ്ട്. അതിങ്ങനെയാണ്, ഇതാ കർത്താവിൻ്റെ വചനം പാഞ്ഞു വരുന്നു. ശുശ്രൂഷകൾക്ക് ഒരുങ്ങി വന്ന് നിൽക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് വചനം കർത്താവ് ഇങ്ങനെ ഇട്ടു തരും എന്ന് പറയുന്നത് പോലെ നമുക്ക് മനസ്സിലായി, അത് നിങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി കർത്താവ് തന്ന വചനമാണ്. നാഹൂമിൻ്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 7-ാം തിരുവചനമാണ്. അതിൻ്റെ അവസാന ഭാഗമാണ്. വചനം ഇതാണ്, തന്നിൽ ആശ്രയിക്കുന്നവരെ അവിടുന്ന് അറിയുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ വചനം നമുക്ക് നേരിട്ട് പറയാം. തന്നിൽ ആശ്രയിക്കുന്നവരെ അവിടുന്ന് അറിയുന്നു. സിൻസിയർ ആയിട്ട് ആരാണ് ദൈവത്തെ ആശ്രയിക്കുന്നത് എന്ന് കർത്താവ് അറിയുന്നു. കർത്താവ് അറിയാന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. ആ ജനക്കൂട്ടത്തിന്റെ നടുവിൽ കർത്താവിന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ ഒരു സ്ത്രീ രക്തസ്രാവക്കാരി സ്പർശിച്ചപ്പോൾ കർത്താവ് പറയാണ്, എന്നെ ആരോ സ്പർശിച്ചു എന്ന് കർത്താവ് അറിയാം അല്ലേ? കാരണം കർത്താവിന് ശക്തി പുറപ്പെട്ടു എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഒരുപാട് പേര് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ശരിക്കും കർത്താവിനെ ആശ്രയിക്കുന്നത് ആരാണ് എന്ന് കർത്താവിന് വ്യക്തമായിട്ട് അറിയാം. അങ്ങനെ ആശ്രയിക്കുന്നവരുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്.
ചിലപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മുടെ കഴിവിലൊക്കെ കുറേ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ കർത്താവിന് മനസ്സിലായി കാര്യം പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും എന്നെ അല്ല ശരിക്കും ആശ്രയിക്കുന്നത്, ദൈവത്തെ അല്ല ആശ്രയിക്കുന്നത്. പക്ഷെ അതെല്ലാം മാറ്റി ദൈവത്തിന് ആശ്രയിക്കുന്നത്, അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ഇടപെടൽ വരും. നമുക്കൊരു സാക്ഷ്യം ശ്രദ്ധിക്കാം. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്തു നിന്നാണ് വരുന്നത്. ഞാൻ കേട്ടറ്റിൻ്റെ എക്സാം, ഞാനൊരു ടീച്ചറാണ്. കേട്ടറ്റിൻ്റെ എക്സാം ഞാൻ 4 പ്രാവശ്യം എഴുതി. 4 പ്രാവശ്യം ഞാൻ എഴുതുമ്പോഴും എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു, എനിക്ക് ഈ പ്രാവശ്യം കിട്ടും. പക്ഷേ 1 മാർക്കിനോ 2 മാർക്കിനോ എക്സാം ഞാൻ ഫെയിലാവുക ചെയ്യാറ്. അങ്ങനെ 5ാമത്തെ പ്രാവശ്യം ഞാൻ എക്സാം എഴുതാൻ പോയി. അതുവരെ 4 പ്രാവശ്യം ഞാൻ എക്സാം എഴുതിയ സിലബസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു ഞാൻ 5ാമത്തെ പ്രാവശ്യം എഴുതാൻ പോയപ്പോൾ വന്നത്. ഫുൾ സൈക്കോളജി ആയാലും സയൻസ് ആയാലും ഒക്കെ ഫുൾ അതൊക്കെ വേറെ രീതി, ചോദ്യത്തിൻ്റെ ടൈപ്പ് തന്നെ മാറി. അപ്പോൾ എനിക്ക് ആകെ വിഷമമായി. ഞാൻ അപ്പോൾ എക്സാം കഴിഞ്ഞപ്പോൾ അമ്മേനെ വിളിച്ചു, എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കരഞ്ഞിട്ടായിരുന്നു എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അത്രയും പാടായിരുന്നു എനിക്ക് എക്സാം. അത് കഴിഞ്ഞ് ഞാൻ അന്ന് വീട്ടിൽ വന്നു. ഞങ്ങളുടെ വീട്ടിൽ ചെറുപ്പം മുതലേ അഭിഷേകാഗ്നി കാണുന്ന ഫാമിലിയാണ് ഞങ്ങളുടെ ഫാമിലി. അപ്പോൾ പിറ്റേ ദിവസം ഞായറാഴ്ചയായിരുന്നു, അഭിഷേകാഗ്നി കാണാൻ അമ്മ വിളിച്ചു. എനിക്ക് അത്ര വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പോയിരുന്നു. അപ്പോൾ അവിടെ ഒരു ചേട്ടൻ സാക്ഷ്യം പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഓസ്ട്രേലിയൻ PR കിട്ടാൻ വേണ്ടിയിട്ട് ചേട്ടൻ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. ചേട്ടൻ്റെ എക്സാം ഭയങ്കര പാടായിരുന്നു. ചേട്ടൻ ഫെയിലാവുമെന്ന് തന്നെ വിചാരിച്ചു. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് ചേട്ടൻ അഭിഷേകാഗ്നി കണ്ട് പ്രാർത്ഥിച്ച്, നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ചേട്ടൻ ആ PR കിട്ടിയെന്ന് പറഞ്ഞിട്ട് കണ്ടു. അപ്പം ഞാൻ വിശ്വസിച്ചു. അന്ന് ആരാധനയ്ക്ക് ഞാൻ നന്നായി പ്രാർത്ഥിച്ചു, എനിക്ക് കേട്ടിട്ട് കിട്ടുകയാണെങ്കിൽ ഞാനിവിടെ വന്ന് സാക്ഷ്യം പെടുത്താമെന്ന്. അങ്ങനെ ഇരിക്കെ റിസൾട്ട് വന്നു. എനിക്ക് വേണ്ടത് 90 മാർക്കായിരുന്നു, എനിക്ക് കിട്ടിയത് 100 മാർക്കായിരുന്നു. അന്ന് വരെ കിട്ടാത്തതിൽ ഏറ്റവും ടോപ്പ് മാർക്കായിരുന്നു. യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇനി നമ്മൾ ദൈവത്തെ ആശ്രയിക്കുമ്പോൾ ദൈവം ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് ദൈവം പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ ഉജ്ജ്വലിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എനിക്ക് മനസ്സിലായിരിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് തുറന്നു പറയാം. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവ് നിറയപ്പെടാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. നമ്മളിങ്ങനെ ദൈവത്തെ ആശ്രയിക്കുക, പരിശുദ്ധാത്മാവേ ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമുണ്ട്. ആൾക്കാർ പ്രസംഗം കയറുമ്പോൾ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും, പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ. അപ്പോൾ ഞാൻ കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ സെമിനാരി വിദ്യാർത്ഥികളോട് സംസാരിച്ചപ്പോൾ അവരൊരു വിശുദ്ധയുടെ കൊട്ടേഷൻ എനിക്ക് തന്നു, നല്ല ഇഷ്ടമായി. അത് ശരിക്കും നമുക്ക് അറിയാതെ എപ്പോഴും ദൈവത്തെ ആശ്രയിക്കുന്നതിൻ്റെ അതിനൊരു പ്രകരണം പോലെ വരേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഒരു വിശുദ്ധയുടെ ഒരു വാഴ്ത്തപ്പെട്ട കൊട്ടേഷനാണ്. നമുക്ക് സ്ക്രീനിൽ വരും. നമുക്ക് നന്നായിട്ടൊന്ന് ബ്രദേഴ്സ് തന്നെ ഒന്ന് വായിക്കാവോ? Let every breath of a servant of the Holy Spirit be the unceasing prayer Veni Sancte Spiritus. Come Holy Spirit. Blessed Josepha Henrina Stenmans. വാഴ്ത്തപ്പെട്ട ജോസഫ ഹെൻറീന പറയുകയാണ്, അതായത് ഒരു പരിശുദ്ധാത്മാവിൻ്റെ ദാസന്റെ, ഒരു പരിശുദ്ധാത്മാവിൻ്റെ അടിമയുടെ, ഒരു പരിശുദ്ധാത്മാവിൻ്റെ റുഹാദുകുദ്സിന്റെ ശുശ്രൂഷകന്റെ ഹൃദയത്തിൽ നിന്നുള്ള എപ്പോഴും ഓരോ ശ്വാസോച്ഛ്വാസത്തിലും വരണ്ട ഒരു പ്രാർത്ഥനയാണ് കം ഹോളി സ്പിരിറ്റ്. മലയാളത്തിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവേ വരിക, പരിശുദ്ധാത്മാവേ വരിക. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. എപ്പോഴും നമ്മൾ ദൈവത്തെ ആശ്രയിക്കുന്നതിൻ്റെ ഭാഗമായി കാരണം സഹായകൻ പരിശുദ്ധാത്മാവാണ്, നമ്മളെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവാണ്, ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവാണ്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, സഹായകൻ പരിശുദ്ധാത്മാവ് വരും. അപ്പോൾ ദൈവത്തെ ആശ്രയിക്കുന്നതിൻ്റെ പ്രത്യേകമായി പരിശുദ്ധാത്മാവേ, അത് വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ പോരാ, ശരിക്കും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവേ വരണമേ, കം ഹോളി സ്പിരിറ്റ്. അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ അതുപോലെ ദൈവത്തിൻ്റെ ഇടപെടൽ കാണാൻ വേണ്ടി തുടങ്ങും. സഭ ഒരുപാട് സ്ഥലങ്ങളിൽ അതിനെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് ഒന്നായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാൻ പരിശുദ്ധാത്മാവിനുള്ള ഈരടികൾ ആരംഭിച്ച് പരിശുദ്ധാത്മാവേ വരിക, പരിശുദ്ധാത്മാവേ വരിക, കം ഹോളി സ്പിരിറ്റ് പ്രാർത്ഥിക്കുകയാണ്. കണ്ണുകൾ അടയ്ക്കാം, കരങ്ങൾ തുറന്ന് പിടിക്കാം. ഒന്ന് നന്നായിട്ട് വെറുതെ പ്രാർത്ഥിക്കുകയല്ല, നന്നായിട്ട് ദാഹിച്ചങ്ങ് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, കം ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ വരണമേ. വിശുദ്ധിതന്നുറവിടമാകും പരിശുദ്ധാത്മാവേ, ഹൃദയവും മനസ്സും ശരീരവും ഏകാഗ്രമാക്കി വിശുദ്ധിതന്നുറവിടമാകും പരിശുദ്ധാത്മാവേ,
പരിശുദ്ധാത്മാവേ വിശ്വാസികൾ തൻ കൂട്ടായ്മയിലെ എഴുന്നള്ളീടണമേ എഴുന്നള്ളീടണമേ. രണ്ട് കരങ്ങളും ഉയർത്തി വിശ്വാസികൾ തൻ കൂട്ടായ്മയിലെ എഴുന്നള്ളീടണമേ ഈരടികളോട് ചേർന്ന് പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ദാഹിച്ചു വിളിക്കാമോ? പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ. ഓരോരുത്തരെ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ഓരോരുത്തരെ പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഒരു ശക്തിയല്ല, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവോട് സംസാരിക്കുക. പരിശുദ്ധാത്മാവേ, ഒരുപാട് ബലഹീനതകളുണ്ട്, ഒരുപാട് പോരായ്മകളുണ്ട്, ഒരുപാട് കുറവുകളുണ്ട്. സ്നേഹിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എളിമപ്പെടാൻ പറ്റുന്നില്ല. പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണം. പരിശുദ്ധാത്മാവെ, പഠിക്കാൻ ബുദ്ധി കുറവുണ്ട്, ജ്ഞാനം കുറവുണ്ട്, അറിവ് കുറവുണ്ട്. പരിശുദ്ധാത്മ ഞങ്ങൾക്ക് സഹായിക്കണം. പരിശുദ്ധാത്മ ശുശ്രൂഷ ചെയ്യണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും കൃപകളും എല്ലാം ഒരുപാട് കുറവാണ്. പരിശുദ്ധാത്മാവോട് പറയുക, പരിശുദ്ധാത്മാവോട് പറയുക. മുമ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിയോട് നേരിട്ട് കണ്ട് സംസാരിക്കുന്നത് പോലെ ഉള്ളിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവോട് പറയുക. തന്നെ ആശ്രയിക്കുന്നവർ അവിടുന്ന് അറിയുന്നു. തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ലേ? നല്ല ആത്മാവിനെ നൽകുന്നത് ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കുന്നു, ഉള്ളുരുകി പ്രാർത്ഥിക്കുന്നു. വരങ്ങളും ഫലങ്ങളും ദാനങ്ങളുമേകി നിന്ദാസരെ നീ ശക്തരാക്കൂ. വരങ്ങളും ഫലങ്ങളും ദാനങ്ങളുമേകി നിന്ദാസരെ നീ ശക്തരാക്കൂ. യേശു സുവിശേഷ വേലകൾക്കായി ഞങ്ങളെ ഇന്നു നീ പ്രാപ്തരാക്കൂ. ഞങ്ങളെ ഇന്നു നീ രണ്ട് കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഉച്ചത്തിൽ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ വരിക വരിക ഞങ്ങളിൽ നീ കരങ്ങൾ ഉയർത്തി വിശ്വാസികൾ തൻ കൂട്ടായ്മയിലേക്ക് എഴുന്നള്ളണമേ. വിശ്വാസികൾ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ഈശോയെ ആരാധന, ആരാധന, കർത്താവേ ആരാധന, ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന, ആരാധന. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. Come Holy Spirit, 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 come Holy Spirit. പരിശുദ്ധാത്മാവേ വരിക, പരിശുദ്ധാത്മാവ് വരിക. അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ എഴുന്നള്ളി വരണമേ. ഞങ്ങൾ വന്ന് വസിക്കണമേ, ഞങ്ങളുടെ അഭിഷേകം ചെയ്യണമേ. അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ മണവാട്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ഈശോയെ ആരാധന, 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 ആരാധന. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ച് പരിശുദ്ധാത്മാവേ വരിക, ഉള്ളിൽ ഉരുവിടുക. കം ഹോളി സ്പിരിറ്റ്. എല്ലാ ശ്വാസോച്ഛ്വാസത്തിലും പരിശുദ്ധാത്മാവിൻ്റെ ദാസന്റെ ദാസിയുടെ പ്രാർത്ഥനയാണ്. പരിശുദ്ധാത്മാവേ വരിക, റൂഹായേ വരിക. കം ഹോളി സ്പിരിറ്റ്.
പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ എഴുന്നള്ളി വരും. പരിശുദ്ധാത്മാവെല്ലാം തന്നു കഴിഞ്ഞെന്ന് വിശ്വസിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. അമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, പ്രാർത്ഥിക്കുന്നുണ്ടാകാം പക്ഷേ ബന്ധം വളർന്നോ? പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഒരുപാട് പ്രാർത്ഥനകൾ ചൊല്ലുന്നവരാണ്, പ്രാർത്ഥനകൾ അർപ്പിക്കുന്നവരാണ്. അതുപോലെ തന്നെ ഈ പ്രാർത്ഥനകൾക്കൊക്കെ ഉത്തരം കിട്ടാതെ പോയതിൻ്റെ വിഷമം അനുഭവിക്കുന്നവർ ചിലപ്പോൾ കുറച്ചുണ്ടാകാനും സാധ്യതയുണ്ട്. ചിലപ്പോൾ ചില മനുഷ്യർ പറയാറുണ്ട്, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എന്താ കർത്താവ് എനിക്കൊരു ഉത്തരം തരാത്തത്? ന്യായമായ ചോദ്യമാണല്ലോ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയുണ്ട് സഹോദരങ്ങളെ. യോഹന്നാന്റെ സുവിശേഷത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ 20 മുതൽ 21 വരെ തിരുവചനങ്ങൾ. ഗോസ്പൽ ഓഫ് സെന്റ് ജോൺ ചാപ്റ്റർ 11 വേഴ്സ് 20 and 21 സ്ക്രീനിൽ വന്നിട്ടുണ്ട്, നമുക്ക് വായിക്കാം. യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. എന്നാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. മർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പശ്ചാത്തലം നിങ്ങൾക്കറിയാം. ലാസർ മരിച്ചുപോയി. കർത്താവ് ഉടനെ ചെല്ലുന്നില്ല, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ചെല്ലുന്നു. അവൾ കർത്താവ് ഈശോ വരുന്നുണ്ടെന്ന് വാർത്ത കേട്ട് കഴിയുമ്പോൾ മർത്ത ഓടി ചെന്ന് ചെല്ലുന്നു. എന്നിട്ട് മർത്ത ചെയ്യുന്ന പ്രവൃത്തി നോക്കണം. നിന്നുകൊണ്ട് പറയുകയാണ്, കർത്താവേ, ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്ന എൻ്റെ സഹോദരൻ മരിക്കുകയല്ലാഞ്ഞു. നല്ലൊരു പ്രാർത്ഥനയാണ്, വളരെ മനോഹരമായൊരു പ്രാർത്ഥനയാണ്. കർത്താവേ, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ പഴയ ഒരു അഭിഷേകത്തിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഈശോ മൂവ് ചെയ്യാത്തതിനെ കുറിച്ചൊക്കെ, ഈശോയെ സ്നേഹിക്കുന്നവരെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാണ് ഇതേ തിരുവചന ഭാഗം തന്നെ എടുത്തത്. വീണ്ടും യോഹന്നാൻ 11-ാമത്തെ അധ്യായത്തിൽ 28 മുതൽ 32 വരെ തിരുവചനങ്ങൾ. ഇത് പറഞ്ഞിട്ട് മർത്ത പോയി തൻ്റെ സഹോദരയെ മറിയത്തെ വിളിച്ച്, ഇതാ ഗുരു ഇവിടെയുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് സ്വകാര്യമായി പറഞ്ഞു. ഇത് കേട്ട ഉടനെ അവൾ എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് ചെന്നു. യേശു അപ്പോഴും ഗ്രാമത്തിൽ പ്രവേശിച്ചിട്ടില്ലായിരുന്നു. മർത്ത കണ്ട സ്ഥലത്തു തന്നെ അവൻ നിൽക്കുകയായിരുന്നു. മറിയം തിടുക്കത്തിൽ എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നത് കണ്ട് വീട്ടിൽ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടത് യഹൂദർ അവളെ അനുഗമിച്ചു. അവൾ ശവകുടീരത്തിൽ കരയാൻ പോവുകയാണെന്ന് അവർ വിചാരിച്ചു. മറിയം യേശു നിന്നിരുന്നിടത്ത് വന്ന് അവനെ കണ്ടപ്പോൾ കാൽക്കൽ വീണ് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുമായിരുന്നില്ല. സന്തോഷത്തെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. നോക്കണ്ട സഹോദരങ്ങളെ, പ്രാർത്ഥന നടക്കുന്നത് സെയിം സ്ഥലത്താണ്, ഒരേ പള്ളിയില്, ഒരേ ധ്യാന കേന്ദ്രത്തില്, ഒരേ പ്രാർത്ഥനാ മുറിയില് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയോ സെയിം പ്രാർത്ഥന. നമ്മൾ ചെല്ലുന്ന അതേ ജപമാല, നമ്മൾ ചെയ്യുന്ന അതേ യാമ പ്രാർത്ഥന, നമ്മൾ ചെയ്യുന്ന അതേ പ്രകരണങ്ങൾ, ഒരു വള്ളി പുള്ളി വ്യത്യാസമില്ല രണ്ടുപേരുടെ പ്രാർത്ഥന തമ്മിൽ. പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ രണ്ടാണ്, അതേസമയം പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ ജസ്റ്റേഴ്സ്, ആക്ഷൻസ് വ്യത്യസ്തമാണ്. ഒരാൾ അവിടെ ഭർത്താവ് നിന്നുകൊണ്ടൊക്കെ പറയുമ്പോൾ മറിയം മുട്ടുകുത്തി അവൻ്റെ കാൽക്കൽ വീണുകൊണ്ട് പ്രാർത്ഥിക്കുക, കാൽക്കൽ വീണ് പ്രാർത്ഥിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, രണ്ട് ചിന്തകളാണ് ഈ സമയത്ത് പറയുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയാണെന്ന് നമ്മുടെ ശരീരം അറിയണം. ഞാൻ ഓർക്കാം, പാലക്കാട് രൂപതയിലെ അച്ഛനാണ് ബഹുമാനപ്പെട്ട മാത്യു ഇല്ലത്തോർമരച്ഛൻ. ആലുവ സെമിനാരി റെക്ടറൊക്കെ ആയിരുന്ന അച്ഛനാണ്. ആ അച്ഛൻ ഒരിക്കൽ ഒരു ധ്യാന ടോക്കിൽ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കണം. അച്ഛൻ പറഞ്ഞ എങ്ങനെയാണ്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ശരീരം അറിയണം നമ്മൾ പ്രാർത്ഥിക്കുകയാണെന്ന്. ഇപ്പം നമ്മൾ കസേരയിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ശരീരം അറിയുന്നില്ല നമ്മൾ പ്രാർത്ഥിക്കുകയാണെന്ന്. നമ്മൾ മുട്ടുകുത്തിന്ന് പ്രാർത്ഥിക്കുമ്പോൾ മുട്ടിൽ വേദന എടുക്കുമ്പോൾ നമ്മുടെ ശരീരം അറിയാണ് ഹീസ് പ്രേയിങ്. നമ്മൾ കൈ വിരിച്ച് കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കുറച്ച് നമ്മൾ ഷോൾഡറിലൊരു പെയിൻ വരുമ്പോൾ അറിയാണ് ഹിസ് പ്രേയിങ്, നമ്മൾ പ്രാർത്ഥിക്കുകയാണെന്നുള്ളത്. ഉപവാസം എടുക്കുമ്പോൾ കുറച്ച് വിശപ്പ് തോന്നി തുടങ്ങുമ്പോൾ ശരീരം അറിയാണ് നമ്മൾ പ്രാർത്ഥിക്കുകയാണെന്ന്.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രാർത്ഥനയെ ഫലദായകമാക്കുന്ന സംഗതിയാണ് മോർട്ടിഫിക്കേഷൻ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഇവിടെ മറിയം ചെന്ന് മുട്ടുകുത്തി കാൽക്കൽ വീണ് പ്രാർത്ഥിക്കുകയാണ്. അത് വെറും പ്രാർത്ഥനയല്ല, ഒരു പരിഹാര അരൂപി അവിടെയുണ്ട്, ഒരു മോർട്ടിഫിക്കേഷൻ അവിടെയുണ്ട്, ഒരു അടക്കമുണ്ട് അവിടെ, ഒരു പ്രത്യേക പ്രവൃത്തിയുണ്ട് അവിടെ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. Hallelujah. അതാണുകൊണ്ടാണ് തോബിത്തിന്റെ പുസ്തകത്തിൽ വചനം പഠിപ്പിക്കുന്നത്, ഉപവാസത്തോട് കൂടിയാകുമ്പോൾ പ്രാർത്ഥന നല്ലതാണ്. പ്രാർത്ഥനയെ നല്ലതാക്കുന്ന ഒരു സംഗതിയാണ് ഉപവാസം, മോർട്ടിഫിക്കേഷൻ, അടക്കം, ഉപവാസം, ഫാസ്റ്റിംഗ്, നോമ്പ്, എന്ത് വേണമെന്ന് പിടിച്ചോ. അവർക്ക് പറയാം ഹല്ലേലൂയ. Hallelujah. രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പ്രാർത്ഥന നടത്തുന്ന വ്യക്തിയും ദൈവവും തമ്മിലുള്ള ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ മറിയത്തോട് ഈശോ എന്ന് വെച്ചാൽ അതുപോലെ ജീവനാണ്. കാരണം നിങ്ങൾക്ക് വേറൊരു രംഗം ഓർമ്മയിൽ വരുന്നുണ്ടല്ലോ. ഇതിനു മുമ്പ് ഒരിക്കൽ ഈശോ മറിയത്തിന്റെ അല്ലെങ്കിൽ മർത്തായുടെ ലാസറിന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ മറിയം വേറെ എങ്ങും പോകാതെ കർത്താവിനോട് ചേർന്നിരുന്ന് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമെന്ന് പറയുന്നത് ഈശോയോട് അതുപോലത്തെ ഒരു ഹൃദയ ബന്ധമാണ്. മർത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഒരു സൈഡ് ബിസിനസ് ആയിട്ട് പ്രാർത്ഥനകൾ പോയാൽ നടക്കുകയല്ല. ഇവിടെ ഒരു ഹൃദയത്തിന്റെ ബന്ധമുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആത്മശോധനയ്ക്ക് ഇവിടെ ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. നമ്മുടെ പ്രായം ഓർക്കണം. എത്ര വർഷങ്ങളായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു, പക്ഷേ ദൈവവുമായിട്ടൊരു ഹൃദയ ബന്ധത്തിന്റെ വളർച്ചയുണ്ടായോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പറയാ ഹല്ലേലൂയാ. Hallelujah. ഒരുമിച്ച് ഹല്ലേലൂയാ. Hallelujah. അപ്പം തന്നെ പ്രാർത്ഥനയ്ക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ആത്മപരിത്യാഗവും ഉണ്ടാകുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയാ. Hallelujah. പ്രൈസ് ദി ലോർഡ്. Praise the Lord. വിശുദ്ധ ഫൗസ്തീനയോട് ഒരിക്കൽ കർത്താവ് പ്രത്യക്ഷപ്പെട്ട സമയത്ത് പറയാണ്, ഈ യൂറോപ്യൻ ചർച്ചിനെ ഞാൻ ലോകത്തിന്റെ ഭാഗധേയത്തിന് വിട്ടുകൊടുക്കാൻ തീരുമാനമെടുക്കുകയാണ്. അപ്പോൾ ഫൗസ്തീന ചോദിക്കുന്നുണ്ട്, ഇതുപോലെ പ്രാർത്ഥനകൾ മോണസ്ട്രികളിൽ നിന്നും സഭകളിൽ നിന്നും ആത്മാവിൽ എല്ലാവരും ഇതുപോലെ പ്രാർത്ഥന ഉയരുമ്പോൾ അങ്ങേക്ക് എങ്ങനെയാണ് ഈ ലോകത്തിന്റെ ഭാഗദേഹത്തിന്റെ ചവിട്ടി മതിക്കാൻ ഈ സഭയെ വിട്ടുകൊടുക്കാൻ വേണ്ടി തോന്നുന്നത്? അപ്പോൾ ഈ ശബ്ദത്തിന് മറുപടിയുണ്ട്, അവരിൽ ആരാണ് എന്നോട് പ്രാർത്ഥിക്കുന്നത്? അതിന്റെ അർത്ഥമെന്ന് പറയുന്നത്, ഹൃദയം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാത്ത പ്രാർത്ഥനകൾ, ഹൃദയ ബന്ധമില്ലാത്ത പ്രാർത്ഥനകൾ ഫലദായകത്വം അതിൽ വ്യത്യാസം വരാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഒരുമിച്ച് പറഞ്ഞു ഹല്ലേലൂയാ. Hallelujah. Praise the Lord. Praise the Lord. അതുകൊണ്ട് കുറച്ച് വോക്കൽ പ്രയറുകൾ മാത്രം നടത്തിക്കൊണ്ട് മാത്രമായില്ല, ദൈവവുമായിട്ട് ഒരുപാട് സംഭാഷണത്തിൽ ഏർപ്പെടണം, ദൈവത്തിന്റെ സന്നിധി ഇരിക്കണം, അവിടുത്തെ സ്വരം കേൾക്കണം. ഇതിന് ഏറ്റവും നല്ല മോഡൽ അപ്പസ്തോലന്മാരാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ 9-ാമത്തെ അധ്യായത്തിന്റെ 10-ാം തിരുവചനം, അപ്പസ്തോലന്മാർ മടങ്ങി വന്ന് തങ്ങൾ ചെയ്തതെല്ലാം യേശുവിനെ അറിയിച്ചു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അപ്പൊ അപ്പസ്തോലന്മാരെ ശുശ്രൂഷകൾക്ക് വേണ്ടി കർത്താവ് അയച്ചു. ഒരുപാട് കാര്യങ്ങൾ നടന്നു. ആ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ട് ഈ അപ്പസ്തോലന്മാര് ചെയ്യുന്ന ഒരു കാര്യം നോക്കിയേ, ഈശോയുടെ അടുക്കൽ വന്നിരുന്ന് ഈ കാര്യങ്ങളെല്ലാം അങ്ങോട്ട് പറയാണ്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അതൊരു ബന്ധമാണ്. നമ്മൾ യാത്ര പോയതിന് ശേഷം തിരിച്ചു വന്നിട്ട് നമ്മൾ വീട്ടിൽ വന്നിട്ട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ ആ കാഴ്ചകളും കണ്ട കാര്യങ്ങളൊക്കെ പറയുന്നത് ആരോടാ പറയുന്നത്? വഴിയെ പോകുന്ന ആളോടല്ല, ഹൃദയ ബന്ധമുള്ളവരോട് ഇങ്ങനെ ഇരുന്നിരുന്നെങ്കിൽ പറഞ്ഞാലോട്ട് തീരെയല്ല അല്ലേ? അടുത്ത വചനം ശ്രദ്ധിച്ചേ, ലൂക്കായുടെ ശേഷം 10-ാമത്തെ അധ്യായത്തിന്റെ 17-ാം തിരുവചനം, 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുകൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. മറ്റൊരു സാഹചര്യമാണ്, 72 പേരെ അയച്ചിട്ട് അവർ തിരിച്ചു വന്നിട്ടിരുന്ന മണിക്കൂറുകൾ ഈശോയോട് കാര്യങ്ങൾ വിശദീകരിച്ച് വിവരിച്ച് പറയുകയാണ്. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയാ. Hallelujah. 1-ാം ക്ലാസ്സിൽ പോകുന്ന അല്ലെങ്കിൽ LKG UKGയിലൊക്കെ പോകുന്ന കുട്ടികള് സ്കൂൾ വിട്ടിട്ട് തിരിച്ചു വന്നിട്ട് വീട്ടിൽ വന്ന് അമ്മയോട് പറയുന്ന ഒരു പറച്ചിലെന്ന് ഓർത്ത് അല്ലേ, ആ പോണ വഴിക്കാണ് സംഭവിച്ച കാര്യങ്ങള്, അവിടുത്തെ പെൻസിലിന്റെ കളറ് അല്ലെങ്കിൽ അടുത്ത കുട്ടി കൊണ്ടുവന്ന ഫുഡ് അല്ലേ, കംപ്ലീറ്റ് A to Z വന്ന് അങ്ങോട്ട് പറയുക. അങ്ങനെ പറഞ്ഞത് ഒരുപാട് കാര്യമുണ്ട്. ലൂക്ക 9:49 യോഹന്നാൻ പറഞ്ഞു, ഗുരു, നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു. അവൻ ഞങ്ങളോടൊപ്പം നിന്നെ അനുഗമിക്കാത്തത് കൊണ്ട് ഞങ്ങൾ അവനെ തടഞ്ഞു. പറഞ്ഞു ഹല്ലേലൂയാ. Hallelujah. അവൻ ചെയ്ത സകല പ്രവർത്തികളും ഈശോയിൽ അവതരിപ്പിക്കുകയാണ്. ആ ചെയ്ത പ്രവർത്തികളെ പറ്റി ഈശോയോട് പറഞ്ഞപ്പോൾ സംഭവിച്ച കാര്യം എന്താ? ഈശോ പറഞ്ഞു, അങ്ങനെ തടയേണ്ടിയിരുന്ന. കാരണം അങ്ങനെ തടയണ്ട.
കാരണം ഒരേ സമയം അല്ലേ എൻ്റെ നാമത്തെ സംസാരിക്കാൻ, എന്നെ നിഷേധിക്കാൻ ഒരുത്തനെ പറ്റി അവനെ തടയണ്ട. അപ്പൊ ആ ചെയ്ത പ്രവൃത്തികൾ ഈശോയുടെ അടുത്ത് വീണ്ടും പോയിരുന്ന് പറയുകയാണ്. പശു വീണ്ടും കഴുതനൊക്കെ വീണ്ടും അയവിറക്കുന്നത് പോലെ വീണ്ടും പറയുകയാണ്. അങ്ങനെ പറയുന്നിടത്ത് ദൈവത്വമായിട്ടൊരു ഭയങ്കര ഒരു ഇൻറ്റിമസി, ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന സൂചനയാണ് സഹോദരങ്ങളെ അത്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിൾ വചനം പഠിപ്പിക്കുകയാണ്, മോശയോട് ഒരു സ്നേഹിതനോട് എന്നതുപോലെ ദൈവം സംസാരിച്ചിരുന്നു. യോഹന്നാൻ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിലുണ്ട്, ഞാൻ നിങ്ങളെ സ്നേഹിതരെന്ന് വിളിച്ചു. അപ്പോസ്തലന്മാരോട് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നമ്മൾ ഈശോയോട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്യാനും സംസാരിക്കാനും തുടങ്ങിക്കഴിഞ്ഞാൽ ദൈവത്തിന്റെ സ്വരം നമ്മൾ കേൾക്കാൻ വേണ്ടി തുടങ്ങും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതാണ് ജ്ഞാനം 7:14. ഞാൻ 7:14 പഠിപ്പിക്കുകയാണ്, ജ്ഞാനം സിദ്ധിച്ചവർ ദൈവത്തിന്റെ സൗഹൃദം നേടുന്നു എന്ന് പറഞ്ഞാൽ ദൈവം നമുക്കൊരു സുഹൃത്തിനെ പോലെ ആയിത്തീരും. ഒരുമിച്ച് പറയാം ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ജ്ഞാനം 7:27 വീണ്ടും അതിന് വെളിപ്പെടുത്തുകയാണ്, ഓരോ തലമുറകളും നമ്മളെ വിശുദ്ധ ചേതനകളിൽ ജ്ഞാനം പ്രവേശിക്കുന്നു, അവരെ ദൈവം മിത്രങ്ങളും പ്രവാചകന്മാരുമാക്കി മാറ്റുന്നു. പഴയ നിയമത്തിൽ ജ്ഞാനം എന്ന് പറയുന്ന പുതിയ നിയമത്തിൽ ഈശോ മിശിഹായാണെന്ന് കൊളോസസ് ലേഖനത്തെ പഠിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈശോ നമ്മുടെ സുഹൃത്തായിട്ട് മാറുക, ഒരു സ്നേഹിതനായിട്ട് മാറുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആ ഒരു ബന്ധം വരുന്നിടത്ത് ഇങ്ങോട്ട് നമ്മൾ കേട്ടു തുടങ്ങും. ചില ഇൻസ്പിറേഷൻസ് കേട്ടു തുടങ്ങും, ചില കർത്താവ് പറയുന്ന സ്വരം കേൾക്കാൻ വേണ്ടി തുടങ്ങും, മനസാക്ഷിയുടെ സ്വരം മുഴങ്ങാൻ വേണ്ടി തുടങ്ങും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ കർത്താവ് കേൾക്കാൻ വേണ്ടി തുടങ്ങും, കർത്താവ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കാൻ വേണ്ടി തുടങ്ങും. ഇന്നത്തെ സാക്ഷ്യം അത് നമുക്ക് ഉറപ്പ് തരികയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മളോട് രഹസ്യങ്ങൾ ദൈവാത്മാവ് വെളിപ്പെടുത്തി തരും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നല്ലൊരു ആത്മശോധനയ്ക്ക് നമ്മൾ ഒരുങ്ങണം. ഇത്ര വർഷം പ്രാർത്ഥിച്ചു, പക്ഷെ കർത്താവുമായുള്ള ബന്ധം വളർന്നോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒപ്പം തന്നെ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ ഒരു ആത്മപരിത്യാഗം അനിവാര്യമാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇസ്രായേലിൽ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായ കർത്താവിൻ്റെ മുൻപിൽ 2 കരങ്ങളും ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുമ്പോൾ വലിയ ദൈവശക്തി വ്യാപരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. അതിനെ നന്നായിട്ട് തുറന്ന് സ്തുതിക്കുക, മനസ്സ് നന്നായിട്ട് തുറക്കുക, കരങ്ങൾ നന്നായി ഉയർത്തുക. ഒരു മോട്ടിഫിക്കേഷനോട് കൂടിയാണ് പ്രാർത്ഥന വരേണ്ടത്. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ശരീരം അറിയാണ് നമ്മൾ പ്രാർത്ഥിക്കുകയാണെന്ന്. സ്വരം നന്നായി ഉയർത്തി സ്തുതിക്കുമ്പോൾ നമ്മുടെ ശരീരം അറിയാണ് നമ്മൾ പ്രാർത്ഥിക്കുകയാണെന്ന്. കർത്താവ് അറിയുന്ന രീതിയിൽ പ്രാർത്ഥിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും സംഭവത്തിലും കർത്താവ് നൽകും. പിശാചങ്ങൾ വിട്ടുമാറും, തടസ്സങ്ങൾ വിട്ടുമാറും. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവായ ദൈവമേ, അവിടുത്തെ സജീവ സാന്നിധ്യത്തിൽ ഓ കർത്താവേ, പിശാചങ്ങൾ വിട്ടുപോകുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു, തടസ്സങ്ങൾ മാറുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവായ യേശുവിന്റെ നാമത്തിൽ പൗരോഹിത്യ അധികാരത്തിൽ ഓ കർത്താവേ, ഈ കുടുംബങ്ങളിൽ വ്യക്തികളുടെ ശരീരങ്ങൾ, പുരാത്മ സേനകളെ, നാരക സേനകളെ, ദുഷ്പ്രവർത്തനങ്ങളെ, തടസ്സങ്ങളെ യേശുനാമത്തിൽ കൽപ്പിക്കുന്ന ഇവരുന്ന കുടുംബങ്ങളിൽ വിട്ടൊഴിഞ്ഞ് നിത്യാഗ്നിയിൽ നിബന്ധിക്കുക. തടസ്സങ്ങൾ മാറും, നിരാശ നീങ്ങും, വിലാപമൃതമായി തീർന്നിടുമേ. കൈകളടിച്ച് തടസ്സങ്ങൾ മാറും, നിരാശ നീങ്ങും, വിലാപമൃതമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ, അടഞ്ഞവയെല്ലാം പൊരുതും മിശിഹാരാജൻ നമുക്കായി. തുറന്നിടും വാതിൽ, അടഞ്ഞവയെല്ലാം പൊരുതും മിശിഹാരാജൻ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ